എടാ ആ പിള്ളേര് ഓടി രക്ഷപ്പെടുകയാണ്. എടാ അവിടെ നിക്കടാ, ഞാൻ ഇപ്പൊ താഴെ വീഴും. നീ തത്തയടാ തത്ത, നിനക്ക് പറന്നൂടെ? വേഗം പറന്നു വാ. ആ അത് ശരിയാണല്ലോ. അനിയ, ദാ നമ്മുടെ വീടെത്തി. അകത്തേക്ക് ചാടിക്കോ. കൊച്ചളിയ പോപ്പട്ടെ സോർദാറേ. ദാ ഇവിടെ ആരോ എന്റെ നെയിം പ്ലേറ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുക. നിങ്ങൾ വന്ന് നോക്ക്. നീ എന്താ പണ്ടരാന്നോ? അല്ല, ഞാൻ ചെറിയൊരു കഴുതയാണ്. അത് തന്നെയാ നെയിം പ്ലേറ്റിൽ എഴുതിയിരിക്കുന്നത്. ഇവനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക്. കാരണം ഞാൻ പറഞ്ഞു മനസ്സിലാക്കാൻ നിന്നാ അത് ചിലപ്പോ ഇവൻ താങ്ങിയെന്ന് വരില്ല. അതുകൊണ്ടാ. എടാ മണ്ട, ഇത് നെയിം പ്ലേറ്റ് ഒന്നുമല്ല. ഏതോ ഒരു തെമ്മാടി നിന്നെ കളിയാക്കിയതാണ്. കഴുതേന്ന് എഴുതിയിരിക്കുന്നേ, കഴുത. ആ അതിനിപ്പോ എന്താ, ഞാൻ കഴുതയാണല്ലോ. നീ കഴുതയല്ല, മരമണ്ടൻ, പമ്പര വീട്ടി, തലച്ചോറില്ലാത്തവൻ. അങ്ങനെയൊക്കെ തോന്നും, പക്ഷെ നീ അങ്ങനെയല്ല. അതല്ലേ, നീ അങ്ങനെയാണ്. നെയിം പ്ലേറ്റ് ചെറുതായിരിക്കും. ഇത് മതിലാരോ വൃത്തികേടാക്കിയതാണ്. എന്തായി കാണിച്ചു വെച്ചിരിക്കുന്നത്? അത് മുഴുവൻ വൃത്തികേടാക്കി വെച്ചു. മതില് മുഴുവൻ ഇനി പെയിന്റ് അടിക്കേണ്ടി വരുമല്ലോ ദൈവമേ. സോർദാറിന് സംശയമുണ്ടോ? ഞാനെന്തിനാ പെയിന്റ് അടിക്കേണ്ടത്? കാരണം നീയാണല്ലോ സ്ഥിരം ചെയ്യുന്നത്. ഇനി എപ്പ പെയിന്റ് അടിക്കേണ്ടി വന്നാലും അത് നിന്റെ ഉത്തരവാദിത്തമാണ്. ബ്രഷ് നിന്റേതായിരിക്കും, മാത്രമല്ല പെയിന്റും നിന്റേതായിരിക്കും. നമുക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, അത് വേറെ എങ്ങും കിട്ടില്ല. സംശയമുണ്ടോ? നീ പറഞ്ഞത് ശരി തന്നെയാണ് പോപ്പട്ടെ. പക്ഷേ ഇപ്രാവശ്യം തനിച്ചാവണ്ട, നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ചാവാം. പണി നീ എന്തിനാ കരയുന്നേ? പെയിന്റ് ഒക്കെ ഞങ്ങൾ അടിച്ചോളാം. അതിന് ഞാനല്ല കരയുന്നത്, വേറെ ആരോ കരയുന്ന ശബ്ദമാണത്. ഖന്ന സാറേ, അല്ല സാറെന്തിനാ ഇപ്പൊ കണ്ണീരിന്റെ ഡാം തുറന്നു വിട്ടിരിക്കുന്നത്? മാങ്ങാച്ചാറ് വളരെ എരിവുള്ളതാണ്. ആ അതെ, എരിവുള്ള മാങ്ങാച്ചാറ് കഴിക്കുമ്പോ എനിക്കും കരച്ചിൽ വരാറുണ്ട്. പക്ഷെ അത് പോപ്പെട്ടെങ്ങാൻ കഴിച്ചു കഴിഞ്ഞാ ഫുൾ ഫയർ ആയിരിക്കും. എനിക്ക് മാങ്ങാച്ചാർ ഇഷ്ടമാണ്. എന്നാലേ ആച്ചാർ മുഴുവൻ എനിക്ക് തന്നേക്ക്. ഞാനത് ചപ്പാത്തിയോടൊപ്പം നന്നായിട്ട് കഴിച്ചോളാം. പച്ചച്ചക്കയാണെങ്കിൽ അത് പഴുക്കട്ടെ. ഞാൻ എന്റെ കവിത ഒന്ന് പൂർത്തിയാക്കിക്കോട്ടെ. സോറി, താങ്കളെ കരച്ചിൽ നിർത്തൂ, എന്നിട്ട് കവിത പൂർത്തിയാക്കൂ. മാങ്ങാച്ചാറ് വളരെ എരിവുള്ളതാണ്. കണ്ടില്ലേ മതിൽ എഴുതിയിരിക്കുന്നത്? ഇത് എന്റേതില് മാത്രമല്ല, ഡോക്ടർ ബാലുവിന്റെ മതിലും ഇതുപോലെ എഴുതിയിട്ടുണ്ട്. ഇത് വളരെ തെറ്റാണ്. ഉരുളക്കിഴങ്ങിന് ഇപ്പൊ വില വളരെ കുറവല്ലേ? ഏതെങ്കിലും വിലയുള്ള സാധനത്തിന്റെ പേര് എഴുതാമായിരുന്നു. അതായത് ഈ പൈനാപ്പിളോ കശുവണ്ടിയോ അങ്ങനെ എന്തെങ്കിലും. പൂച്ചക്കുഞ്ഞ് എപ്പോഴും കണ്ണടച്ച് അമ്മയുടെ പാല് കുടിക്കും. ഇത് ചെയ്തവരെ 2 മുട്ടുകാല് ഞാൻ തല്ലി ഓടിക്കും. ഹണി സാറേ, അധികം അങ്ങോട്ട് ആലോചിച്ച് ചിന്തിക്കണ്ട. അതെ, ബുദ്ധി കുറച്ചല്ലേ ഉള്ളൂ. അതുകൊണ്ട് സൂക്ഷിച്ചുപയോഗിച്ചാൽ മതി നീ, അല്ലെങ്കിൽ പെട്ടെന്ന് തീർന്നു പോകും. സംശയമുണ്ടോ? ചില ആൾക്കാരെ നമ്മൾ വിളിക്കും പാരാ. സത്യത്തില് വൃത്തികെട്ട പണി ചെയ്തത് ആരാ? ഇന്ന് രാത്രി അതറിയാൻ പറ്റും. ഇത് ചെയ്തത് ആരാന്നറിയാൻ ബാക്കിയുള്ള വീട് വൃത്തികേടാക്കാൻ അവൻ ഉറപ്പായിട്ടും വരും. കൂടാതെ ഇന്ന് രാത്രി നമ്മൾ അവനെ പിടിച്ചിരിക്കും. രാത്രി ആയി കഴിഞ്ഞാൽ വീടിന് പുറത്ത് ആരും ഇറങ്ങി പോകരുത്. എന്റെ അമ്മോ, നിങ്ങൾ എന്നെ മരത്തിന്റെ മുകളിൽ കയറ്റി. ഇനി ഞാൻ എങ്ങനെയാ താഴേക്ക് ഇറങ്ങുക? നീ പേടിത്തൊണ്ടൻ, ഭീരു, ധൈര്യമില്ലാത്തവൻ. അതെ, ആണ്. അല്ലെന്റെ സോർദാറേ, നീ ധീരനാണ്, ധീരൻ. അത് ഞാൻ അംഗീകരിച്ചു. പക്ഷെ ഞാൻ എങ്ങനെയാണ് താഴേക്ക് ഇറങ്ങുക? എടാ, ഞങ്ങൾ നിന്നെ എങ്ങനെയാണ് മുകളിലോട്ട് കയറ്റിയത് അതുപോലെ തന്നെ ഇറക്കി വിട്ടേക്കാം. നീ പേടിക്കണ്ട. എടാ, ശബ്ദം ഉണ്ടാക്കല്ലേ, അവൻ അലർട്ടാവും. നമ്മുടെ ശത്രു ഒരു കാരണവശാലും അറിയാൻ പാടില്ല. അതായത് നമ്മൾ അവനെ കാത്തിരിക്കുകയാണെന്നുള്ള കാര്യം. സംശയമുണ്ടോ? ആ എടാ ബണ്ണി, നിനക്ക് നന്നായിട്ട് വിസിലടിക്കാൻ അറിയാവോ? അറിയാം. അതെന്തായാലും നന്നായി. എന്നാ പിന്നെ ഞാൻ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാം. കള്ളം വന്നു കഴിഞ്ഞാ നീ ഒരു വിസിലടിച്ചാ മതി. സംശയമുണ്ടോ? അടങ്ങിയിരുന്നോ, അല്ലെങ്കിൽ നീ ജീവിതകാലം മുഴുവനും വിസിലടിക്കുന്ന രീതിയിൽ ഞാൻ ആക്കി മാറ്റിക്കളയും.
കാത്തിരിപ്പിനേക്കാൾ വലിയ ശിക്ഷ വേറൊന്നും തന്നെയില്ല. മാത്രമല്ല ശിക്ഷ ഒരു പരീക്ഷയാണ്. സംശയമുണ്ടോ? വന്നു വന്നു. നിനക്കെങ്ങനെ മനസ്സിലായി? എടാ കഴുതേ, പാതിരാത്രയ്ക്ക് സ്പ്രേയും കൊണ്ട് അവരല്ലാതെ വേറെ ആരാ വരിക? ഉം, ഉം. കഴിഞ്ഞ ദിവസം ഒരുപാട് പാടുപെട്ടായിരുന്നു, പക്ഷെ ആരും റിയാക്ട് ചെയ്തേയില്ല. നാളെ രാവിലെ എല്ലാവരും പൊട്ടിക്കറിയുന്ന രീതിയിലായിരിക്കണം ഇന്ന് രാത്രി നമ്മൾ പെർഫോം ചെയ്യേണ്ടത്. ആഹാ, കൊള്ളാലോ. നിങ്ങൾ കലാകാരന്മാരാണ്, ടാലന്റഡ് ആണ്, അടിപൊളിയാണ്. ഓ യെസ്. സത്യം പറഞ്ഞാലുണ്ടല്ലോ, നിങ്ങൾ കുട്ടികളെ അല്ല. ആഹാ, ഈ കാര്യം ഞങ്ങളുടെ പപ്പയോടൊന്ന് പറയണേ. ഞങ്ങളെ ഇപ്പോഴും കുട്ടിയായിട്ടാ പപ്പ കാണുന്നത്. ഇത് നിങ്ങളെ മനസ്സിലാക്കാനുള്ള സമയമാണ്. മനസ്സിലാക്കിക്കോ, നിങ്ങൾ ശരിക്കും കുട്ടികളെ അല്ല, വികൃതികളാണ്, തെമ്മാടികളാണ്, അനുസരണയില്ലാത്ത താന്തോന്നികളാണ്. എടാ ഓടിക്കോടാ. ഓടിക്കോ. ഇവരെത്ര നന്നായിട്ടാ കൊച്ചല്ലേ സ്കേറ്റിംഗ് ചെയ്യുന്നത്. എടാ ഇത് പ്രശംസിക്കാനുള്ള സമയമല്ല, അവരെ പിടിക്കാനുള്ള സമയമാണ്. സംശയമുണ്ടോ? വേഗം കയറിക്കോ. എടാ തീറ്റപ്രാന്താ സോർദാറേ, നീ എന്താണ് കാണിച്ചത്? പൊട്ടിപ്പോയ പട്ടം കൊടുങ്കാറ്റിപ്പെട്ട അവസ്ഥയായി പോയല്ലോടാ ഞങ്ങളുടേത്. സംശയമുണ്ടോ? അല്ല പോപ്പട്ടെ, നീ എവിടെയാണ് പട്ടം കണ്ടത്? എടാ ആ പിള്ളേര് ഓടി രക്ഷപ്പെടുകയാണ്. എടാ അവിടെ നിക്കടാ, ഞാൻ ദേ ഇപ്പൊ താഴെ വീഴും. നീ തത്തയടാ തത്ത, നിനക്ക് പറന്നൂടെ? വേഗം പറന്നു വാ. ആ അത് ശരിയാണല്ലോ. അനിയ, ദാ നമ്മുടെ വീടെത്തി. അകത്തേക്ക് ചാടിക്കോ. എന്താ ഇവിടെ ചെയ്തത്? വേഗം പോകാൻ നോക്ക. ഇത് ബിൽഡർ ബല്ലയുടെ വീടാണല്ലോ. അപ്പൊ ആ കുട്ടികൾ ബല്ലയുടെ കുട്ടികളാണോ? ആ ബല്ല ഒരു പിശുക്കിനും ദേഷ്യക്കാരനുമാ. നമ്മൾ അയാളുടെ മക്കളുടെ തെറ്റ് ചൂണ്ടിക്കാണിച്ചാലും അയാൾ ഒരിക്കലും വിശ്വസിക്കില്ല. സംശയമുണ്ടോ? വിശ്വസിക്കും, ഉറപ്പായും വിശ്വസിക്കും. അയാൾ അയാളുടെ മക്കളുടെ സ്റ്റൈലിൽ തന്നെ നമ്മൾ വിശ്വസിപ്പിച്ചു കൊടുക്കും. ആ ഏയ് എന്താ ഇത്? അയ്യോ അയ്യോ, ഇത് ഞങ്ങളല്ല ചെയ്തത്. താനെന്താണ് ഉറങ്ങായിരുന്നു? ആരാ ചെയ്തത്? ഒരു ബ്യൂട്ടിഫുൾ ബംഗ്ലാവിന്റെ ബ്യൂട്ടിഫുൾ മതില് വൃത്തിയേടാക്കിയിരിക്കുന്ന കണ്ടില്ലേ? ബ്യൂട്ടിഫുൾ ആയ മതിലിൽ ബ്യൂട്ടിഫുൾ ആയ ആർട്ട് ചെയ്തതാണെങ്കിൽ നാശം പിടിച്ച പിള്ളേരെ, ആരാ നിങ്ങൾ? ഞങ്ങൾ ആരാന്ന് അറിയുന്നതല്ല ഇപ്പൊ ഇമ്പോർട്ടന്റ്. താങ്കൾ ആരാണെന്നുള്ളതാണ് ഇവിടെ ഇപ്പൊ ഇമ്പോർട്ടന്റ്. താങ്കൾ ധനികനാണ്, മാന്യനാണ്, അത് ശരി. നിങ്ങൾ ലക്ഷത്തിൽ ഒരാളാണ്, സുന്ദരനാണ്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ബിൽഡറേ അല്ല. പിന്നെ താങ്കൾ ഒരു കിങ് മേക്കറാണ്, മൂവറാണ്, ഷേക്കറാണ്. ബിൽഡേഴ്സിന്റെ ലോകത്തെ അണ്ടർടേക്കറാണ്. താങ്കൾക്ക് അവാർഡാണ് കിട്ടേണ്ടത്, അവാർഡ്. ഓഹേ ഓഹേ, ബെല്ലേ ബെല്ലേ. താങ്ക് യു മക്കളെ. അപ്പൊ തന്നാട്ടെ, കാശ് തന്നാട്ടെ. നിങ്ങളെ പ്രശംസിക്കാൻ വേണ്ടി കാശ് വാങ്ങാറുണ്ടോ? ഇല്ല, കഷ്ടപ്പെടുന്നതിന് മാത്രമേ കാശ് വാങ്ങാറുള്ളൂ. രാത്രി മുഴുവൻ കഷ്ടപ്പെട്ട് സാറിന്റെ ഈ ബംഗ്ലാവിന്റെ ചുവര് മുഴുവൻ മോഡേൺ ആയിട്ട് വരച്ചില്ലേ ഞങ്ങൾ. നിങ്ങളാണോ ഇത് ചെയ്തത്? ആ അതെ, അടിപൊളിയായിട്ടില്ലേ? എന്തോന്ന് അടിപൊളിയായിട്ടില്ലെന്ന്? എന്റെ മതില് മൊത്തം വൃത്തിയേടാക്കി വെച്ചിരിക്കുക. മതില് വൃത്തിയേടാക്കിയതല്ലോ, കളറാക്കിയതല്ലേ. ഇനി കാറും കളറാക്കി തരാം. എടാ പീറപ്പൂച്ച, നിക്കണവരെ. എന്തിനാ നിർത്തുന്നേ? ഞങ്ങൾക്ക് നല്ല രസം തോന്നുന്നുണ്ട്. മാത്രമല്ല ഞങ്ങളുടെ ഈ രസം നശിപ്പിക്കുന്നവർക്ക് നേരിട്ട് ശിക്ഷ നൽകുന്നതും ഞങ്ങൾ മാത്രമാണ്. സംശയമുണ്ടോ? സംശയമുണ്ടോന്നോ? നിനക്ക് നിന്റെ ഇഷ്ടത്തിന് മറ്റുള്ളവരുടെ കാറും സാധനങ്ങളും ഒക്കെ നശിപ്പിക്കാൻ ഒരവകാശവുമില്ല. നമ്മൾ നല്ല ഭംഗിയായിട്ടല്ലേ കളർ അടിച്ചത്. അപ്പൊ പിന്നെ ഇയാൾ എന്തിനെങ്ങനെ കിടന്ന് ചൂടാവുന്നത്?
എടാ ഇദ്ദേഹത്തിന് കളർ അലർജി ആണെന്നാ തോന്നുന്നത്. അലർജി ആണെന്നുണ്ടെങ്കിൽ ഡോക്ടറെ പോയി കണ്ടാ പോരെ, അദ്ദേഹം മരുന്ന് തരുമല്ലോ. നിന്നെയൊക്കെ ഉണ്ടല്ലോ ഞാൻ നേരെ ജയിലിലേക്ക് അയക്കും. ഇതിനൊക്കെയുള്ള നല്ല ആടിമരുന്നുണ്ടല്ലോ, അത് അവിടെ കിട്ടും. ഓഹോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളും ജയിലിലോട്ട് തന്നെയല്ലേ പോവേണ്ടത്? എന്റെ മക്കൾ എന്തിനാ ജയിലിലേക്ക് പോകുന്നത്? കാരണം ഇവര് ഞങ്ങളുടെ മതിലുകളെല്ലാം സ്പ്രേ പെയിന്റ് ഉപയോഗിച്ച് ആകെ വരച്ച് വൃത്തികേടാക്കി. സംശയമുണ്ടോ? അയ്യോ അയ്യോ അങ്ങനെയൊന്നും ഇല്ല പപ്പ, ഇവര് കള്ളം പറയുന്നതാ പപ്പ. അപ്പൊ ഞങ്ങള് കള്ളം പറയണല്ലേ? എന്നാ പിന്നെ ഇപ്പൊ തന്നെ നമുക്ക് നോക്കാം. ആരാണോ സ്വന്തം വീടിന് വില കൽപ്പിക്കുന്നത് അവരൊരിക്കലും മറ്റുള്ളവരുടെ വീട് സ്പ്രേ പെയിന്റ് ഉപയോഗിച്ച് വൃത്തികേടാക്കില്ല. സംശയമുണ്ടോ? ഇവരെന്നും പാതിരാത്രിക്ക് വന്ന് ഞങ്ങളുടെ മതിലിലും മറ്റുള്ളവരുടെ മതിലിലും കമന്റ് വെക്കും. കൂടാതെ എല്ലാ വീടിനെയും വൃത്തികേടാക്കും. എടാ നിന്നെയൊക്കെ ഞാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ കാരണം എനിക്ക് ഈ നാട്ടിൽ തല ഉയർത്തി പിടിച്ച് നടക്കാൻ പറ്റില്ലെന്നുണ്ടോ? സോറി പപ്പ. നിങ്ങളൊരു സോറി കള്ള പിള്ളേരെ. നിങ്ങൾക്കറിയോ ഈ വീടിന്റെ മതിലും കാറും റീപെയിന്റ് അടിക്കാൻ എന്തുമാത്രം പൈസ വേണ്ടി വരുന്നു? ഇയാൾക്ക് പിശുക്കിന് ഒരു കുറവില്ല, 2 മക്കളുണ്ടായിട്ട് പോലും. അയ്യോ വേണ്ട, നിൽക്കൂ, അവരെ അടിക്കരുത്. ഇത് ഡ്യൂപ്ലിക്കേറ്റ് സ്പ്രേയാ, ഇത് പെട്ടെന്ന് പൊയ്ക്കോളൂ. പക്ഷെ ഞങ്ങളുടെ വീടൊക്കെ ഞങ്ങൾക്ക് റീപെയിന്റ് ചെയ്യേണ്ടി വരും. സോറി, ഞങ്ങളൊരു രസത്തിന് ചെയ്തതായിരുന്നു. വീട്ടിലിരുന്ന് ബോറടിച്ചിട്ടാണ്. നിങ്ങൾ രസത്തിന് വേണ്ടി ചെയ്തതൊക്കെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിയത്. ഇനി ഞങ്ങൾ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല, സത്യം. ഓ ഇത് അത്ഭുതമായിരിക്കുന്നല്ലോ. എന്റെ 2 മക്കളും സോറി പറയാൻ പഠിച്ചിരിക്കുന്നു. നന്നായി, എന്റെ 2 മക്കളും ഇപ്പൊ ശരിക്കും നന്നായി. പക്ഷെ ഇവര് നന്നായെന്ന് കരുതി ഞങ്ങളുടെ മതിലുകൾ നന്നായില്ലല്ലോ. നന്നാകും, ഉറപ്പായി നന്നാകും. നിങ്ങൾ പേടിക്കണ്ട, ഞാൻ നിങ്ങളുടെ കാറ് റിപ്പയർ ചെയ്ത് തന്നേക്കാം. നീ കേട്ടില്ലേ, അച്ഛൻ അതിന്റെ കാശ് കൊടുത്തോളാന്ന്. നിങ്ങളോട് ആരാ പറഞ്ഞത് ഞാൻ കാശ് കൊടുക്കുന്ന? എനിക്ക് കാശ് കൊടുക്കാൻ പറ്റും, എനിക്ക് ഒരുപാട് കാശ് കൊടുക്കാൻ പറ്റും. പക്ഷെ ഞാൻ എപ്പോഴാ പറഞ്ഞത് കാശ് കൊടുക്കുന്ന? അപ്പൊ പിന്നെ കാശില്ലാതെ പെയിന്റിംഗ് ഒക്കെ ആരാ ചെയ്യുന്നേ? അതാണോ എന്റെ ഈ 2 മക്കളില്ലേ, ഇവര് തന്നെയല്ലേ പറഞ്ഞത് അവർക്ക് വീട്ടിൽ നിന്നിട്ട് ബോറടിക്കുന്നു. ഇപ്പോ നിങ്ങളുടെ വീട് പെയിന്റ് അടിക്കുമ്പോ ഇവർക്കതൊരു ടൈം പാസ് കൂടെ ആവുമല്ലോ. നശിപ്പിക്കുന്നത് എത്ര എളുപ്പമാണെന്നും നന്നാക്കുന്നത് എത്ര പാടുള്ള കാര്യമാണെന്നും ഇനി നിങ്ങൾ ഉറപ്പായിട്ടും മനസ്സിലാക്കും. സംശയമുണ്ടോ?